കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം നടത്തിയ ഒരു പ്രതികരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ഇടപാടിൽ CPIക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, രാഷ്ട്രീയവും ബിസിനസ്സും രണ്ടും രണ്ടായി തന്നെ കാണുന്നു എന്നതുകൊണ്ട് തന്നെ അതായത് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കും, ഇടതുമുന്നണി ഈ വിഷയത്തിൽ ഒറ്റക്കെട്ട് എന്നൊക്കെ CPIM പറയുമ്പോൾ പോലും CPIക്ക് ഇതിൽ വ്യത്യസ്തമായ നിലപാടും അഭിപ്രായവുമാണ് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. ഇത്തരം ഒരു കൊടുക്കലിലും വാങ്ങലിലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇതല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. യെസ്, ഇതാണ് CPIയുടെ നിലപാട്. ഞാൻ ഡാനിലേക്ക് വരാം. ഒപ്പം MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഇതിൽ ഈ ഒടുവിൽ നടന്ന പരിശോധന, അതിൽ തന്നെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം റിയാസിൻ്റെ അടുപ്പക്കാരായിട്ടുള്ള നിഖിലിന് സ്പോർട്സ് കൗൺസിലിൽ ഇടം നൽകിയത്, നിഖിലിൻ്റെ ഭാര്യയുടെ പ്രസ്ഥാനത്തിന് സർക്കാരിൻ്റെ പ്രചാരണ ചുമതല നൽകിയത്, ഇതെല്ലാം റിയാസ് മന്ത്രിയായതിനു ശേഷമാണ് എന്ന തരത്തിലുള്ള വാദം ശക്തിപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം നന്ദുലാലിനു വേണ്ടി പ്രത്യേകമായി DTPCയിൽ പുതിയൊരു തസ്തിക തന്നെ ഉണ്ടാക്കി എന്നതാണല്ലോ. അതായത് ടൂറിസം ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ എന്ന ചുമതല അത് നന്ദുലാലിനു വേണ്ടി തന്നെ സൃഷ്ടിച്ചതാണ് എന്ന ആക്ഷേപം ഉയരുന്നു. ഈ രണ്ടുപേരുടെയും വസതികളിൽ ഉൾപ്പെടെ ആണ് EDയും പരിശോധന നടത്തിയത് എന്നതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. തീർച്ചയായും ഈ CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന EDയുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലേക്കർ ഇന്ത്യക്ക് പന്തീരാങ്കാവ് മണക്കാട് റോഡിൽ ഒരു ഓഫീസുണ്ട്. അതായത് ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഒരു ഒറ്റ മുറി, ഷട്ടറിട്ട മുറിയിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടം ഒരു റീറ്റെയിൽ വിൽപ്പന അല്ലെങ്കിൽ ഈ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ, ഡെൻ്റൽ ഉൽപ്പന്നങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് വാടകയ്ക്കെടുത്തത്. പക്ഷേ അത് തുറന്ന് പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ കണ്ടിട്ടില്ല. ഈ കെട്ടിട ഉടമയ്ക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നിലത്ത് വീണ രീതിയിലുള്ളൊരു ബോർഡൊക്കെ ആയിരുന്നു ഒരു ചെറിയ കടലാസ് കഷ്ണത്തിൽ ഒട്ടിച്ചതൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. എന്തായാലും ഇന്നലെ അവിടെ കുറച്ചുകൂടെ വൃത്തിക്കൊരു കടലാസിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് ലേക്കർ ഇന്ത്യ എന്ന് എഴുതി ഒട്ടിക്കുകയും അതിൽ GST നമ്പർ അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് ലക്ഷണം ഒരു ഷെൽ കമ്പനി എന്ന ഒരു ആരോപണമാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഉയർന്നു വരുന്നത്. കാരണം ഈ പണം ഒരു വശത്ത് നിന്ന് എത്തുക, മറുവശത്തേക്ക് കടത്തിവിടുക, അത് മറ്റു ഇടങ്ങളിലേക്ക് ഒഴുകുക, അങ്ങനെ പണത്തിന്റെ ഒരു ഒഴുക്ക് ഈ കമ്പനിയുടെ പേരിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്. നമുക്ക് ഈ റെയ്ഡ് നടത്തിയ ഓരോ ആളുകളെ പരിശോധിക്കും, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും ഇവരൊക്കെ മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളാണ് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഈ നിഖിൽ ഈ ഫറൂഖ് കോളേജിൽ പഠിച്ച കാലം മുതൽ റിയാസിൻ്റെ ഒരു സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. DYFIയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന നേതാവായിരുന്നു. അദ്ദേഹം CPIMൻ്റെ പ്രവർത്തനത്തിലേക്ക് മാറുകയും പിന്നീട് വളരെ പെട്ടെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഒപ്പം നന്ദുലാലിന് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചുള്ളത് തന്നെ ഒരു പ്രത്യേക തസ്തിക തന്നെ DTPCയിൽ അദ്ദേഹത്തിനായി ഒരുക്കുകയും അദ്ദേഹത്തെ തൻ്റെ പ്രചാരണ പരിപാടികളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളായി മാറ്റുകയും ചെയ്യുന്നു. പാർട്ടിയിൽ അത്ര പ്രവർത്തന പരിചയം ഉള്ള ആളായിരുന്നില്ല നന്ദുലാൽ. അദ്ദേഹം യൂണിറ്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ DTPCയുടെ സ്ഥാനത്തേക്ക് വരികയും അതിനുശേഷം കഴിഞ്ഞ തവണ DYFIയുടെ മേഖലാ കമ്മിറ്റിയിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് ഇവരൊക്കെ പടിപടിയായി പാർട്ടിയിലടക്കം അല്ലെങ്കിൽ ഇവരുടെ വ്യവസായ സാമ്രാജ്യങ്ങളിലടക്കം മുന്നോട്ട് വരുന്നത് ഈ മുൻമന്ത്രിയായ റിയാസുമായുള്ള ഒരു സാമീപ്യം മൂലമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹകരണം മൂലമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ED പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരം ആളുകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ ഈ KCK ഡെൻ്റൽ ഉടമ PP ഷൈജൽ, IT കമ്പനി ഉടമയായ ഫെബിഷ് മുഹമ്മദ്, ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് ഉടമ വാരിഷ് കളത്തിങ്കൽ, അങ്ങനെ നിരവധി അദ്ദേഹത്തിനോട് അടുത്ത ബന്ധം പുലർത്തിയ ആളുകളാണ് ഇവരൊക്കെ. ഏത് തരത്തിലാണ് ഈ ബിസിനസ് ബന്ധങ്ങൾ മുഹമ്മദ് റിയാസുമായി പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ബന്ധങ്ങളുണ്ടോ, ഈ പ്രചാരണത്തിനും മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ
ക്കുള്ള സഹായമുണ്ടായോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കമ്പനി, ഈ ലേക്കർ ഇന്ത്യ എന്ന കമ്പനി തൻ്റെ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയതായിരുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അത് പിന്നീട് അത്ര ലാഭകരമല്ലാത്ത സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ അത് പൂട്ടും, അത് സ്വാഭാവികം എന്നൊക്കെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം ഈ കമ്പനിയിലേക്ക് പൂർണ്ണമായി തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് CMRL എക്സാലോജിക്ക ഇടപാടിൽ ലഭിച്ച പണം ഈ ഷെൽ കമ്പനിയിലേക്ക് ഒഴുക്കിയിരുന്നു. ഇവിടെ നിന്നും പുറത്തേക്ക് ആ പണം പോയിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായാണ് ED ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ആദ്യഘട്ടത്തിലെ ആ കേസിൻ്റെ ഒരു മാസപ്പടി എന്ന രീതിയിലൊക്കെ വന്നതിനപ്പുറം കുറച്ചുകൂടി വിശാലമായ മാനങ്ങളുള്ള ഒരു കേസായി ഇത് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഒപ്പം CPM രാഷ്ട്രീയമായൊരു പ്രതിരോധം തീർക്കും, നിയമപരമായൊരു പ്രതിരോധം തീർക്കും എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് കോഴിക്കോട് എത്തിയൊരു വിശദീകരണ യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾ കൂടുതൽ ഉച്ചത്തിൽ, എന്താണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുക തന്നെ ചെയ്യും. അഭിലാഷ്, അനീഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഒരു മാസപ്പടി കേസ് എന്നതിനപ്പുറത്തേക്ക് വ്യാപ്തി വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ അത് പേപ്പർ കമ്പനികളായി മാത്രം വർത്തിച്ചതാണോ? പലപ്പോഴും നമുക്കറിയാം, വലിയ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തം ഉണ്ടാകും, നിരവധി പാർട്ട്ണർമാരുണ്ടാകും, അതിനൊരു നിക്ഷേപമുണ്ടാകും. എവിടെ നിന്നാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് നിക്ഷേപം ലഭിച്ചത്? ആരാണ് മൂലധനം മുടക്കിയത്? എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്നത്? പലപ്പോഴും പേപ്പർ കമ്പനികൾ അങ്ങനെയാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി വലിയ പണം ഒഴുക്കാൻ ശേഷിയുള്ളവരുടെ കയ്യിൽ നിന്ന് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം ഒഴുക്കിയതായി രേഖകൾ കാണിക്കും. പിന്നീട് കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു എന്ന രേഖകൾ കൃത്രിമമായി ചമച്ചെടുക്കും. അങ്ങനെ പൂട്ടിപ്പോയി എന്ന് കാണിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിലൂടെ പണം വെളുപ്പിച്ചെടുക്കുക. അതാണ് ഈ കള്ളപ്പണത്തിൻ്റെ ഇടപാട്. അത്തരത്തിലുള്ള വ്യാപകമായ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയാണ് ED പരിശോധിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.